കോമേഴ്സ് ഡെന്റൽ കോളേജിലോട്ട് കയറുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടും, പല വെറൈറ്റി ടൈപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു പ്രത്യേകതരം വെറൈറ്റി ഫ്രണ്ടാണ് അലീന ബീഗം അഥവാ ഞങ്ങളുടെ അല്ലൂബി. മൂന്ന് മക്കളാണുള്ളത്. മൂന്ന് പേരും അവരുടെ ഈ പറയുന്ന സ്വഭാവത്തിന്റെ ക്വാളിറ്റിയും എല്ലാം ആ രീതിയിൽ വ്യത്യസ്തമാണ്. മൂന്ന് പേരും സ്വപ്നം കണ്ട ഒരു ദിവസം അതേപോലെ അവന് ആഗ്രഹിക്കുന്ന രീതിയിൽ കുഞ്ഞിന് ഇഷ്ടമാവുന്ന രീതിയിലൊരു മോനെ കിട്ടി. അത് തന്നെ അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. ഇതൊക്കെ ഒരു മൊമെന്റ്, അത് നടക്കുന്നില്ല, അത് സന്തോഷമുണ്ട്. പിന്നെ പൊന്നു എപ്പോഴും പറയും, നിങ്ങളാണ് എപ്പോഴും കമ്പനി. ഞാൻ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒറ്റ സെറ്റാണ്. ഞാനൊന്നും പോകാനല്ല. बस कर दे खुदा मुझ पे एहसान, तेरे सजदे में झुके हरदम हमदम, तेरी नूर से है राहे रोशन, तेरे रंग में रंगा मैं तेरे ये करम, तू ही मेरी इबादत ഷീസ് ഓൾവേസ് ലൈക്ക് എപ്പോഴും ഫ്രണ്ട്സ് വേണം കൂടെ. ലൈക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു കൂടെ ഓൾവേസ് സ്കൂൾ ടൈമിലുണ്ടാവുക. എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കയറുന്നു, ഇറങ്ങുന്നു, ചിന്നുവിൻ്റെ മിന്നുവിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുന്നു, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പളുടെ റൂമിൽ കയറുന്നു. ഇത് തന്നെയായിരുന്നു ഫുൾ ആ ഒരു സ്കൂൾ ലൈഫ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പെറ്റാണ് അവൻ. ഞങ്ങളുടെ ആദ്യത്തെ ചെറുമുള്ള എന്നെ ഇവനോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം. പറയുന്നതിനെല്ലാം കറക്റ്റ് കാര്യങ്ങൾ പറയട്ടെ. मेरे ख्यालों में बस तू गई है यूं, तू मेरी साहिबा, तुझ पे कुर्बान. പിന്നെ ഇവരെയും കണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ മിക്കവാറും സ്കൂളിൽ കൊണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുമ്പോൾ അവന് ഫേവററ്റ് ഐസ്ക്രീം വാങ്ങണം. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 1 മന്തിൽ ഞങ്ങൾ ആകെ 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. ഒന്ന് പെണ്ണാണല്ലോ, ഒന്ന് എൻഗേജ്മെൻറ്റ്, പിന്നെ ഇതായിപ്പോഴും. സോ അത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനതിന് മുന്നേ എൻ്റെ ബ്രൈഡൽ കനോപ്പി മുകളിലായിരുന്നു. സോ ഐ സോ ഹിം വാക്കിംഗ് റൈറ്റ് ത്രൂ ദ എയിൽ എന്ന്. അപ്പം ഒരു വല്ലാത്തൊരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുക. പിന്നെ എൻ്റെ വാപ്പി കൈ കൊടുക്കുന്നത്, സംസാരിക്കുന്നതും ദുആ പറയുന്നതൊക്കെ വാസ് സോ സ്പെഷ്യൽ ഫോർ മീ. നമ്മുടെ ഫാമിലി അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അതൊരു ഇമോഷണൽ കൈൻഡ് ഓഫ് ഇതായിരുന്നു.
ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എനിക്ക് അവിടെ അത് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മിഡിൽ ഈസ്റ്റ് നിൽക്കുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുക, ഭൂമി വരിക, തിരിച്ച് അതേപോലെ തന്നെ പോവുക. ഒരാൾ കൂടെ ഉണ്ടായി തോന്നിയത് കൊല്ലു വന്നതിന് ശേഷം എനിക്കത് മിസ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. എന്താ പറയാ, ജിജുവിനും പൊന്നുവിനും ഫ്യൂച്ചറിലുള്ള എല്ലാ വിഷയങ്ങളും കേൾക്കുന്നു. സാബി എന്നൊരു പേഴ്സൺ ഇനി ലൈഫ് ലോങ് കൂടെ ഒരു പാർട്ട്ണർ, ഒരു ഹാപ്പി ജേർണിയിൽ ഇനി മുന്നോട്ടുള്ളത് ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, 21 വയസ്സിന് മുന്നേ ഫോണോ അല്ലെങ്കിൽ സിമ്മോ ഏതെങ്കിലും തരത്തിൽ കയ്യിൽ കിട്ടുവാണ് സ്വന്തമായിട്ടെന്നുണ്ടെങ്കിൽ എന്നെയും കൂട്ടി പൊന്നു കെട്ടുന്ന ആളെ കൊണ്ട് ബ്രൂക്ക് ഫീൽഡിൽ പോയിട്ട് നമ്മൾ റിലയൻസ് ഫ്രണ്ട്സിൻ്റെ ഒരു ടോപ്പ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രിപ്പ് ഓണാണ്, മറക്കരുത് എന്തായാലും.